നമസ്കാരം, റോസൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് കൂർക്ക വരട്ടിയതാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം ചേർത്ത് നന്നായി തിരുമ്പി വയ്ക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് ഇത് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ നമുക്കത് കുക്കറിലിട്ട് വിസിലും വെച്ച് നമുക്ക് 15 മിനിറ്റ് വേവിക്കാവുന്നതാണ്. 15 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ തന്നെ നന്നായി വെന്ത് വരുന്നുണ്ടാവും ബീഫ്. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് നമ്മുടെ ബീഫ് വേവിച്ചത്, പച്ചമുളക് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, വെളുത്തുള്ളി ചെറുതായി സ്ലൈസ് ചെയ്തത്, ഇഞ്ചി സ്ലൈസ് ചെയ്തത്, കൂർക്ക, ഇപ്പം ഞാനിവിടെ 1.5 കിലോ കൂർക്കയാണ് എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫിന്. അതുപോലെ സബോള സ്ലൈസ് ചെയ്ത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം തന്നെ പാൻ നന്നായി ചൂടാക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സബോള സ്ലൈസ് ചെയ്ത്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം. ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പ്, കൂർക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മളിവിടെ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന്, മല്ലിപ്പൊടി ആവശ്യത്തിന്, ഇതെല്ലാം കൂടി നന്നായി ചേർത്ത് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. ബീഫിനും കൂർക്കയ്ക്കും ആവശ്യമായിട്ടുള്ള ഗരം മസാലയാണ് ചേർക്കുന്നത്. അത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിക്കുക. ഇനി നമുക്കൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ കൂർക്ക ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂർക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എത്രയാണോ അത്രയും ചേർത്ത് കൊടുക്കാം. നന്നായി ഒരിക്കൽ കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് വേവിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നന്നായി വേവിക്കാം. അപ്പം നമ്മുടെ ബീഫും കൂർക്ക വരട്ടിയത് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് റോസൂസ് കിച്ചൺ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.